പെട്ടെന്ന് എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും ഗാലക്സികളും അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? പ്രപഞ്ചം പെട്ടെന്ന് തകർന്നാൽ എന്തായിരിക്കും അവശേഷിക്കുക? പ്രപഞ്ചചക്രം വീണ്ടും ആരംഭിക്കുമോ? അങ്ങനെ ആരംഭിച്ചാൽ തന്നെ അതിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? മുഴുവൻ പ്രപഞ്ചത്തെയും എങ്ങനെ തകർക്കാൻ കഴിയും? ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് ശേഷം ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ചൊവ്വയിലിടിച്ച് കഷ്ണങ്ങളായി തകരും. 10 കോടി വർഷങ്ങൾക്കുള്ളിൽ എല്ലാ ദിനോസറുകളെയും വംശനാശം സംഭവിച്ചതിന് കാരണമായ ചിഹ്നഗ്രഹത്തിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചേക്കാം. കൂടാതെ ഏകദേശം 1.5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ മരിക്കും. അത് വളരെ തീക്ഷ്ണമായിട്ടുള്ള അഗ്നിയായി മാറും. അത് വാസയോഗ്യമായ മേഖലയെ ഇല്ലാതാക്കും. അങ്ങനെ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കും. അങ്ങനെ ഒടുവിൽ അവസാനിക്കും. ഏകദേശം 14 ബില്യൺ വർഷം പഴക്കമുള്ള നമ്മുടെ പ്രപഞ്ചം പോലും അവസാനിക്കും. പ്രപഞ്ചത്തിൻ്റെ ഇതിഹാസാന്ത്യം എങ്ങനെയായിരിക്കും? പ്രപഞ്ചത്തിൻ്റെ അവസാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിലുള്ള എല്ലാത്തിൻ്റെയും അവസാനമാണ്. ഭൂമിയിൽ നിന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന 2 ട്രില്യൺ ഗാലക്സികൾ, ഭീമാകാരമായ വാതക ഭീമന്മാർ മുതൽ വിചിത്ര ആകൃതിയിലുള്ള ചിഹ്നഗ്രഹങ്ങൾ വരെയുള്ള എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. കൂടാതെ നമ്മളും മറ്റെല്ലാം ഉൾപ്പെടെ എല്ലാം ഇല്ലാതാകും. പക്ഷെ പ്രപഞ്ചം എങ്ങനെ ഷട്ട് ഡൗൺ ആകുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ അവസാന നിമിഷങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുത്വാകർഷണം അവയെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടും താരാപഥങ്ങൾ പരസ്പരം അകന്നു പോകുന്ന വേഗത വളരെ കൂടുതലാണ്. കാരണം ഡാർക്ക് എനർജി എന്ന സൈദ്ധാന്തിക ശക്തി ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്നു. ഒരു ദിവസം ഈ ഡാർക്ക് എനർജി അല്പം കൂടുതൽ ശക്തമായി വലിച്ചാൽ നക്ഷത്ര രൂപീകരണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കഷ്ണങ്ങൾ പരസ്പരം വളരെ അകലെയായിരിക്കും. അങ്ങനെ നിലവിലുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഇന്ധനം തീർന്നു പോകും. അവയ്ക്ക് പകരം വയ്ക്കാൻ പുതിയ നക്ഷത്രങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ പ്രപഞ്ചം വളരെ ഇരുണ്ടതും തണുപ്പുള്ളതുമായി തീരും. താപനില കേവലം 0-ലെത്തിയാൽ ഒന്നിനും ചലിക്കാൻ കഴിയുകയുമില്ല, ഒരു ആറ്റത്തിന് പോലും. അങ്ങനെ പ്രപഞ്ചം ഏറ്റവും വിരസവും സ്ഥിരവുമായിട്ടുള്ള ഒരു സ്ഥലമായി മാറും. ഒരുപക്ഷെ എന്നേക്കുമായി അനന്തമായ ശൂന്യതയായി തുടരും. ഗുരുത്വാകർഷണ ബലത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിൽ ഡാർക്ക് എനർജി തീവ്രമായാൽ അത് പ്രപഞ്ചത്തെ തന്നെ കീറിമുറിക്കും. ഗാലക്സികൾ ഒന്നൊന്നായി തകരുന്നതിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. തമോധ്വരങ്ങൾ ഒന്നൊന്നായി വിഘടിക്കും. തുടർന്ന് നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ വികാസം വർദ്ധിക്കുമ്പോൾ എല്ലാത്തരം ദ്രവ്യങ്ങളും സ്വയം തകർന്ന് വികിരണമായി ക്ഷയിക്കും. തീർച്ചയായും അതിൽ നിങ്ങളും ഉൾപ്പെടും. ഗുരുത്വാകർഷണ ബലം ഡാർക്ക് എനർജിയെ മറികടക്കാൻ ശക്തമായി പോരാടിയാൽ പ്രപഞ്ചം വികസിക്കുന്നത് നിർത്തും. പകരം അത് ചുരുങ്ങാൻ തുടങ്ങും. ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കും. നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കും. ഗാലക്സികൾ ഒന്നിച്ച് ലയിക്കും. ആ പ്രാപഞ്ചിക കുഴപ്പത്തിൽ ഭൂമിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. മഹാവിസ്ഫോടനം ഗാലക്സികളെ പുറന്തള്ളാൻ തുടങ്ങുന്നതിന് മുമ്പുള്ളതുപോലെ പ്രപഞ്ചം വളരെ സാന്ദ്രമായിട്ടുള്ള ഒരു സിംഗുലാരിറ്റിയിലേക്ക് ചുരുങ്ങും. ആ സിംഗുലാരിറ്റിയിൽ നിന്ന് പുതിയ ഗ്രഹങ്ങൾ, പുതിയ നക്ഷത്രങ്ങൾ, പുതിയ ജീവരൂപങ്ങൾ എന്നിവയുമായി ഒരു പുതിയ പ്രപഞ്ചത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രപഞ്ചവും അതിലുള്ളതെല്ലാം എന്നേക്കുമായി അവസാനിച്ചേക്കാം. പക്ഷെ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്നതാണ് ഏക ആശ്വാസം.